അഭിഭാഷകൻ കായംകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലക്ഷ്മണൻ, ഈ പ്രശ്നം ഒരു വലിയ പരിവർത്തനത്തിന്, സമൂഹത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് വഴിവെക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? കുറെ കൂടി പുഴുക്കുത്തുകൾ മറ്റു മേഖലകളിലുണ്ട്, അതെല്ലാം കൂടി പുറത്തു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് എം ആർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റൊരു വാർത്തയ്ക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അത് ടി വി ശരിക്കും കാണാത്തത് കൊണ്ടാണ്. അല്ല, ഞാൻ ദിവസവും കാണുക, നിങ്ങളുടെ ഈ പരിപാടി ദിവസവും കാണുന്നതാണ്. അതായത് ഇപ്പം വയനാട് പ്രശ്നമുണ്ട്, അതൊന്നും വയനാടൊക്കെ എല്ലാ വാർത്തകളിലും വയനാടുണ്ട്. ഇത് 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 ഒരു അലോസരപ്പെടുത്തലാണ്. എന്താണെന്നറിയാമോ? ഈ വാർത്ത വരുന്നതിന് നിങ്ങൾ എന്തിനു ഭയക്കുന്നു? ഇത് വാർത്ത വരട്ടെ. വയനാടിനെ കുറിച്ച് ഞങ്ങൾ കൊടുത്തത്ര, ഷിരൂരിനെ കൊടുത്ത് ഞങ്ങൾ കൊടുത്തത്ര, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്ര വാർത്തകൾ ഒരാളും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ പറയുകയാണ്, ഈ വാർത്ത മാത്രമേ കൊടുക്കുന്നു. ഇന്ന് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ പ്രതിപാദിച്ചു? നിങ്ങൾ അതിൽ നിന്ന് ഇത് മാത്രം തിരഞ്ഞെടുക്കുന്ന എന്തിനാണ്? ഇ പി ജയരാജന്റെ വിഷയം വാർത്ത ഇന്ന് വന്നില്ലേ? ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് മാറിയത് വന്നില്ലേ? ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണെന്നേ? ഈ താരങ്ങളാണെങ്കിലും വലിയ പ്രമുഖരാണെങ്കിലും ഇതൊക്കെ പുറത്തു വരട്ടെ. ശ്രീ ലക്ഷ്മണൻ, ഇത് ആര് വിളിപ്പിച്ചാലും ഇതൊക്കെ പുറത്തു വരട്ടെ. ഇത് അങ്ങനെ മോഹൻലാലും കേൺ അപേക്ഷിക്കുകയാണ്, ഇതൊന്ന് കൊടുക്കാതിരിക്കൂ, ഞങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന്. എങ്ങനെ വെറുതെ വിടാനാവും? കഴിഞ്ഞ 47 വർഷം അദ്ദേഹം നടത്തിയ ആ മൗനം ഇന്ന് വഞ്ചിക്കേണ്ടി വന്നു. മോഹൻലാലും അങ്ങുമൊക്കെ അപേക്ഷിക്കുന്നത് ഒരേ സ്വരത്തിലാണ്, ഞങ്ങളെ വിട്ട്. സാധാരണക്കാരന്റെ പ്രശ്നം എന്താണ്? ഒരാൾ ആക്രമിക്കപ്പെടുന്നത് സാധാരണക്കാരന്റെ വിഷയമല്ലേ? ഒരു സ്ത്രീയെ കൊണ്ടുപോയി ഹോട്ടൽ മുറികളിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നത് സാധാരണക്കാരന്റെ വിഷയമല്ലേ? എന്താണ് ഓണമാണോ സാധാരണക്കാരന്റെ വിഷയം? മനുഷ്യനെ പച്ചയോടുകൂടി തിന്നുന്ന ഈ പ്രവണതയെ സാധാരണക്കാരന് ഒരു വിഷയമല്ലേ? എല്ലാ കാലത്തും ഓണവും വിലക്കയറ്റവും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ വലിയ അസഹിഷ്ണുത ഉറഞ്ഞു പൊന്തുകയാണ്. ഇതെന്താ, ഇത് തെറ്റായ വാർത്ത വന്നിരിക്കുന്നു. എല്ലാ വാർത്തകളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ ലക്ഷ്മണനെ പോലുള്ളവർ ദയവ് ചെയ്ത് കുറച്ചു കാലം ഇതങ്ങ് സഹിക്ക്. ഈ ആളുകളൊന്ന് പിടിയിലാകട്ടെ. ഞങ്ങളിത് പിടിവിട്ടാൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും എന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഉറച്ചു നിന്നതുകൊണ്ടാണ് പല ആളുകളും ഇന്ന് ഇരുമ്പഴിക്കുള്ളിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗോവിന്ദസ്വാമി ഉൾപ്പെടെ എങ്ങനെ പൗഡർ ഇട്ട് പുറത്തിറങ്ങി നടക്കുമെന്ന് ഈ നാടിനറിയാം. അത് അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ഇത് വിട്ടുപോകാനൊന്നും താല്പര്യമില്ല. റെജീന എന്നൊരു